അങ്ങനെ ജയറാമേട്ടൻ പറഞ്ഞിട്ടാണ് ആ ചാൻസ് സംഭവിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ഞാനായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്. സ്കൂളിൽ മിമിക്രി, മോണാക്ട്, നാടകമുണ്ട്. അപ്പോൾ എപ്പോൾ നാടകം കളിച്ചാലും സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ ഞാനാണ്. നമ്മൾ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ക്ലബ്ബിൽ തന്നെ ഞാൻ തന്നെ നാടകം എഴുതി. ഉണ്ണി ആദ്യമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അച്ചാൻസിലാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ണി തന്നെ നമുക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചാണക്യചന്ദ്രം ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി അത് ഉണ്ണിക്ക് വേണ്ടി ചെയ്തൊരു പടമാണ്. നമ്മൾ പെട്ടെന്ന് ഡയറക്ടറായി നമ്മൾ വിചാരിക്കും. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ജെനുവിനായിട്ട് ടാലൻ്റ് ഉള്ളവർക്ക് ഇപ്പോൾ പെട്ടെന്ന് കയറി വരാനും ഉള്ള അവസരങ്ങളുണ്ട്. ഞാൻ കണ്ടത്ര വാമ്പയർ സിനിമകൾ ഒരുപക്ഷെ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ല. വെൽക്കം ടു റിയൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഡയറക്ടർ കണ്ണൻ താമരക്കുളം സാറാണ്. നമസ്കാരം സർ. നമസ്കാരം സാർ. സാറിന് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇൻ്റർവ്യൂവിലെങ്കിലും കാണുന്ന സമയത്ത് ചോദിക്കണമെന്ന് മനസ്സിൽ വെച്ചിരുന്നൊരു ചോദ്യം അതാദ്യമേ അങ്ങ് തട്ടുകയാണ് സാർ. അതായത് സാർ ചെയ്ത എല്ലാ സിനിമയിലും ഒന്നുപോലും എക്സെപ്ഷൻ ഇല്ലാതെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അസാധ്യ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അതായത് ഇങ്ങനെയും പെണ്ണുങ്ങളെ നമുക്ക് പോർട്രേ ചെയ്യാം, ഇങ്ങനെ ചെയ്താലും നമുക്ക് സിനിമ ഓടും എന്ന് സാറ് വളരെ നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്തതാണോ അതോ അങ്ങനെ വന്നു പോയതാണോ? അങ്ങനെ വന്നുപോയെന്നല്ല. ഈ ഫീമെയിൽ ക്യാരക്ടറിന് നമ്മൾ ഉണ്ടാക്കുന്ന തിരക്കഥയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എല്ലാ സിനിമയിലും ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര നോട്ട് ചെയ്യുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. വെറുതെ ഇപ്പം നായകനെ പ്രണയിക്കാൻ വേണ്ടിയിട്ടൊരു നായികയൊന്നുമില്ല. അതിനൊരു ക്യാരക്ടർ ഉണ്ടാവും. പാടുപുലിയേട്ടനാണ് രമ്യ കൃഷ്ണൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അച്ചാൻസിൽ വരുമ്പോൾ അമല പോളിൻ്റെ ക്യാരക്ടറും ഭയങ്കര ഡെപ്ത്, വേറെ ഒരു ഇന്നർ വളരെ ഡെപ്തുള്ള ക്യാരക്ടറാണ്. അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്ന കഥകളിൽ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സും ആവശ്യമുള്ള കഥാപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു സിനിമയിൽ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മനഃപൂർവ്വം വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. അതങ്ങനെ ഡിസ്കഷനിൽ വന്നു പോകുമ്പോഴത്തേക്ക് ആ കറക്റ്റായിട്ടൊരു സ്ക്രീൻ സ്പേസും ഉണ്ടാവും, അവർക്കുള്ള ഏരിയ ഉണ്ടാവും. ആ ക്യാരക്ടറിനൊരു അതൊരു ടോട്ടൽ കഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് ജോണറിൽ ചെയ്ത് കഴിയുമ്പോഴും അത് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് മനഃപൂർവ്വം വരുത്തിയതൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് തന്നെ. രമ്യ കൃഷ്ണ പോലെ ഒരു ആക്ട്രസ് അവരിങ്ങനെ കുറച്ച് നല്ല കത്തി നിൽക്കുന്ന ഒരു ബാഹുബലി കഴിഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയം അവരെ കൊണ്ടുവന്നിട്ട് ഒരു കാമുകിയാക്കുക, എന്നിട്ട് ഒരു മുറിയിൽ അടച്ചിടുക, എന്നിട്ട് പിന്നെ പ്രതികാര ദാഹിയാക്കുക. ഇതൊക്കെ സാർ എങ്ങനെയാണ് അവനെ കൺവിൻസ് ചെയ്തത്? അതായത് എങ്ങനെയാണ് അത് പറ്റിയെന്നുള്ളതാണ്. അല്ല, അവർ ഭയങ്കരമായിട്ട് കഥ കേട്ട് അത്ര കൺവിൻസ് ആയാൽ മാത്രം സിനിമ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പോയി കഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കഥ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ ഈ ബാഹുബലി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ സമയമാണ്. ഞാൻ അങ്ങനെ മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് സബ്ജക്റ്റ് ഒന്ന് കേട്ട് നോക്ക്, അത് കഴിഞ്ഞിട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ മാഡത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒറ്റ ഇരിപ്പിൽ തന്നെ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാണ് ഡേറ്റ് വേണ്ടതെന്നാണ് ചോദിച്ചത്. ഓക്കെ. സോ പിന്നീട് ഷൂട്ടിംഗ് സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ റിലീസ് എന്തായാലും അനുബന്ധിച്ച് രമ്യ കൃഷ്ണനുമായിട്ട് ഒരു മെമ്മറി സാർ എന്താണ് സാറിൻ്റെ മനസ്സിൽ നിൽക്കുന്നത്? അല്ല, രമ്യകൃഷ്ണനായിട്ട് വളരെ നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇതിൻ്റെ തെലുങ്ക് ഈ പടം എൻ്റെ തെലുങ്ക് വാങ്ങിച്ചത് അവരാണ്, അവരുടെ കമ്പനിയാണ്, രമ്യകൃഷ്ണൻ്റെ കമ്പനിയാണ്. ആ തെലുങ്കിന് അവിടെ പോയിട്ട് അതിൻ്റെ മിക്സ് ചെയ്ത് കൊടുത്തതും ഞാനാണ്. അവിടെ റിലീസ് ചെയ്തതും രമ്യകൃഷ്ണൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ ഡയറക്ടറാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ അവരുടെ കമ്പനി തന്നെയാണ് അവിടെ റിലീസ് ചെയ്തത്. തെലുങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയി, അത്യാവശ്യം നല്ല റീച്ചായൊരു പടമാണ്. അതുപോലെ രമ്യകൃഷ്ണൻ്റെ സിസ്റ്ററുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവരൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതാണ്. അപ്പം ഞാൻ സൺ ടി വിക്ക് വേണ്ടി ഒരു ചെറിയ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം എനിക്കിപ്പോഴും മാഡമായിട്ട് നല്ല കണക്ഷനുണ്ട്. ഇടയ്ക്ക് നമുക്ക് പടം ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയൊരു ക്യാരക്ടറും പ്രോജക്റ്റും വരണമല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ ഓരോ സിനിമ നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിനിമ നമ്മൾ ആ ഡേറ്റ് വെച്ച് ആദ്യം ഇറങ്ങിയത്, രണ്ടാമത് ഇറങ്ങിയത്, മൂന്നാമത് ഇറങ്ങിയത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിക്ക ഡയറക്ടേഴ്സും എനിക്ക് 90% ഡയറക്ടേഴ്സും ഒരു സിഗ്നേച്ചർ അവിടെ വിടും. അത് നമ്മൾ ഇതിങ്ങനെ വരും എന്ന് നമുക്കൊരു ഊഹം ഉണ്ടാവും. സാറിൻ്റെ ഫിലിം ഇങ്ങനെ ആയിരിക്കും, മാസമായിരിക്കും. സാറ് പക്ഷെ അങ്ങനെയല്ല.
സാറിനൊരു സിഗ്നേച്ചർ ഉണ്ട് സാർ, പക്ഷേ ആ സിഗ്നേച്ചർ സാർ എല്ലാ പടത്തിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഫിലിം നിന്ന് സെക്കൻഡ് ഫിലിം ബെറ്റർ എന്നല്ല, സൂപ്പർ ബെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ബെറ്ററാണ്. അങ്ങനെ ഗ്രാഫ് കയറി സാർ എങ്ങോട്ടാണ് പോകുന്നത്? ഏത് ഗാലക്സിയിലോട്ടാണ് പോകുന്നത്? ഇല്ലില്ല, ഞാനിപ്പം നമ്മൾ അങ്ങനെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഇനിയും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പീരിയൻസ് വരുമ്പോഴും കൂടുതൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പുതിയ പുതിയ തോട്ടുകൾ വരുന്നതും. ഇനിയും എൻ്റെ മനസ്സിലുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തത് ഒരു വാമ്പയർ സ്റ്റോറി, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ചെയ്ത സിനിമകൾ ആദ്യം ഞാൻ ആലോചിച്ച സിനിമയുടെ ഒരു 10-1 സിനിമ പോലും ഞാനിത് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പകുതി പോർഷൻ പോലും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാൻവാസിലേക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സാർ, അതുപോലെ തന്നെ നമ്മൾ പാവങ്ങളുടെ മാസ് ഡയറക്ടർ എന്ന് ഞാൻ സാറിനെ വിളിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് വരാലിനാണ് അവസാനമായിട്ട് ശ്രദ്ധിച്ചത്. വരാലിനകത്ത് അനൂപ് മേനോനെ ഓരോ ഷോട്ട്സും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അത് കറക്റ്റ് നമ്മൾ പറയത്തില്ല, അദ്ദേഹത്തിൻ്റെ എൻട്രി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ അതിനും നമ്മൾ ആ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ എൻട്രി വരുന്ന പോലൊരു ഫീലിംഗ്. അങ്ങനെ ഒരു കട്ട് കഴിഞ്ഞ് അടുത്ത കട്ടിലോട്ട് പോകുമ്പോൾ അതിൽ ഒരു ലാഗും ഇല്ല, എന്നാൽ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം കണ്ട പോലെയാണ്. നമുക്ക് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ മമ്മൂക്ക, മോഹൻലാൽ, അങ്ങനെ 1-2 പേരാണല്ലോ. അപ്പോൾ ആ ഒരു ഫിലിമിൽ എങ്ങനെയാണോ അവരെ പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ സാർ ഇതിന്. അതുപോലെ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഫിലിമിലെടുത്താലും അതിലൊരു ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഹീറോയുടെ ഒരു ആസ്പെക്റ്റ് എടുത്താലും അതെല്ലാം സാറ് ഓരോരുത്തർക്കും അവരുടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നാൽ അവരെ എല്ലാവരെയും സൂപ്പർ ഹീറോ ആയിട്ട് തോന്നിച്ചിട്ടുള്ള ഈ പ്രസൻറ്റേഷൻ, ഇതൊക്കെ ആ സമയത്തൊക്കെ സാർ ശരിക്കും ഇത് എന്താണ് സാറിൻ്റെ തലയിൽ നടക്കുന്നത്? അതറിയത്തില്ല. അത് ഒരു സബ്ജക്റ്റിന് വേണ്ടി ഇപ്പോൾ പറഞ്ഞില്ലേ, വരാലെന്ന് പറഞ്ഞ സിനിമ വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു സിനിമയാണ്. അതൊരു ഭയങ്കരമായിട്ട് നമ്മളൊരു പ്രീ പ്രൊഡക്ഷന് വർക്ക് ചെയ്യുകയോ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്ത സിനിമയല്ല. ഇങ്ങനൊരു കണ്ടൻറ്റ് നേരത്തെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഞാൻ ഒരുമിച്ച് നേരത്തെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും പിന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ നമ്മൾ ചെയ്ത സിനിമകളിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ ഇപ്പോൾ ആദ്യം ഒരു ഹ്യൂമർ പടം ചെയ്തു, അത് കഴിഞ്ഞൊരു ഹൊറർ പടം ചെയ്തു, അത് കഴിഞ്ഞ് ഒരു ത്രില്ലർ ചെയ്യുന്നു, അങ്ങനെ പല ജോണറുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഈ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ തളച്ചിടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ജോണർ ചിലപ്പോൾ ഹൊറർ ത്രില്ലറൊക്കെയാണ്, പക്ഷേ ഞാൻ എല്ലാ ജോണറും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോലും അനൂപേട്ടൻ എന്ന് പറയുന്നത് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് റെഡിയാക്കി തന്ന് അങ്ങനത്തെ ഒരു ലെവലിലല്ല ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വരാൽ നമുക്കൊരു കണ്ടൻറ്റ് ഐഡിയ ഉണ്ട്, ഒരു A to Z വൺലൈനുണ്ട്, തുടങ്ങി ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം രാവിലെയാണ് ചിലപ്പോൾ അനൂപേട്ടൻ സീൻ തരുന്നത്, ചിലപ്പോൾ തലേ ദിവസം രാവിലെ ആദ്യം എടുക്കേണ്ട സീൻ മാത്രമായിരിക്കും തരുന്നത്. പക്ഷേ ആ സിനിമയിലേക്ക് നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഫുൾ ആൻഡ് ഫുൾ സിനിമയിലാവും. അതങ്ങനെ ഒരു പാറ്റേണിലേക്ക് എത്തിയതാണ്. ഞാൻ ഇങ്ങനൊരു പാറ്റേൺ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തതല്ല. ടോട്ടൽ ആ കഥ പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരു ഗംഭീര പടം ചെയ്യണം, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സീൻ എടുത്തു കഴിഞ്ഞ് അങ്ങനെ മോൾഡായിട്ടാണ് ആ പാറ്റേണിലേക്ക് ആ പടം വന്നത്. സോ ഞാനിപ്പോൾ നായികമാരുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സാറ് ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ജയറാം സാറിൻ്റെ കൂടെ ആയിരിക്കും. അതെ. അപ്പോൾ ജയറാം സാറായിട്ടുള്ള സാറിൻ്റെ ഒരു ബന്ധം? ആക്ച്വലി ആൻഡോ ജോസഫിൻ്റെ ആണ് എൻ്റെ ഫസ്റ്റ് പടം ചെയ്തത്, ആൻഡോ ചേട്ടനാണ്. അപ്പം ഞങ്ങൾ വേറൊരു പടം ആണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ വേറൊരു പടം പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അതിനിടയിൽ പെട്ടെന്നൊരു ദിവസം ആൻഡോ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുക, നമുക്ക് ജയറാമേട്ടനെ വെച്ചിട്ട് ഒരു പടം ചെയ്താലോ, പുള്ളിയുടെ ഡേറ്റ് ഉണ്ട് ഈ ഡിസംബറിൽ, ഇപ്പോൾ നടക്കുന്ന പടം കഴിഞ്ഞിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യാച്ചിങ് സാധനമാണ്. അപ്പോൾ ആൻഡോ ചേട്ടൻ തന്നെയാണ് ഐഡിയ പറഞ്ഞത്, സീരിയലിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ വെച്ചിട്ട് ഹ്യൂമറായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ദിനേശ് പള്ളത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്കിലിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ദിനേശൻ്റെ അടുത്ത് ഞങ്ങളങ്ങനെ സംസാരിച്ചപ്പോഴാണ് നമുക്കൊരു സീരിയൽ റൈറ്ററെ മെയിൻ ക്യാരക്ടറാക്കിയിട്ട് ഒരേ സമയം 5 സീരിയൽ എഴുതുന്ന റൈറ്റർ, അപ്പോൾ 5 ജോണറിലുള്ള സീരിയലുകളും അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളുമൊക്കെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കഥ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെയുള്ള സാധനമൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനൊരു ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അങ്ങനൊരു കഥയുണ്ടാക്കിയപ്പോൾ
വീണ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീമെയിൽ ക്യാരക്ടർ മെയിൻ ക്യാരക്ടറായിട്ട് വന്നു. ആ ഫീമെയിൽ ക്യാരക്ടർ ഇതിന് അങ്ങനെ കഥ റെഡിയാക്കി ഒരു 2 വീക്സ് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഐഡിയ റെഡിയാക്കിയിട്ട് എൻ്റെ ചേട്ടനോട് സംസാരിച്ച് പുള്ളി പറഞ്ഞ് നല്ലതാണ്, ഇതിനകത്ത് ഒരുപാട് ഹ്യൂമർ കിട്ടും എന്ന് പറഞ്ഞ് ജയറാമേട്ടനെ കാണാമെന്ന് പറഞ്ഞിട്ട് ജയറാമേട്ടൻ്റെ പടം ഷൂട്ട് നടക്കുകയാണ് ആലപ്പുഴ. അവിടെ പോയി ജയറാമേട്ടൻ്റെ അടുത്ത് കഥ പറയുന്നു. പുള്ളി ഓക്കെ ഇത് അടിപൊളി, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, ഇതാണെന്ന് പറയുന്നു. അങ്ങനെ ആ പടം ഓണായി പെട്ടെന്ന്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി പല പല ശ്രമങ്ങളൊക്കെ നടത്തി എല്ലാം പരാജയമാണ്. അവസാനം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പോസ്റ്റ്പോണ്ടായി പോകും. അങ്ങനെ ഇത് ഓക്കെ ആയി. അങ്ങനെ ആദ്യത്തെ പടം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ജയറാമേട്ടൻ്റെ ഒരു അടുപ്പം വരുമല്ലോ. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഹൊറർ സീക്വൻസ് ഉണ്ട്, ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ്. ആ സീക്വൻസ് ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യുമല്ലോ, സ്പോട്ടിൽ കട്ട് ചെയ്ത് കണ്ടപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞു നല്ല ഈ ഹൊററൊക്കെ കണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഹൊറർ കണ്ടൻറ്റുകൾ നമ്മുടെ മനസ്സിൽ ഒരുപാടുണ്ട്, ആയിരക്കണക്കിന് ഹൊറർ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം ലൈറ്റപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ് ആടുപുലിയാട്ടത്തിൻ്റെ കഥ. അങ്ങനെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ പടം റിലീസായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ആൻഡോ ചേട്ടനെ വിളിക്കും, നീ ഒരു കഥ ജയറാമേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഭയങ്കര രസമാണ്, ഹൊററാണെന്ന് പറഞ്ഞല്ലോ, അങ്ങ് നമുക്കത് പിടിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ജയറാമേട്ടൻ്റെ കൂടെ രണ്ടാമത് ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. ആടുപുലിയാട്ടത്തിൻ്റെ ഷൂട്ടിങ് തെങ്കാശിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ജയറാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സച്ചി സേതുവിലെ സേതു എൻ്റെ അടുത്തൊരു കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സിംഗിൾ സ്റ്റാർ എന്നൊരു മൾട്ടി സ്റ്റാർ പടമാണ്, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്, കണ്ണനൊന്ന് കേട്ട് നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ് നടന്നുകൊണ്ടിരുന്ന ദിവസം സഹിച്ചേട്ടൻ എന്നെ വന്ന് കാണുന്നു. ഈ കണ്ടൻറ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊരു ജോണറാണല്ലോ, വേറെ മൾട്ടി സ്റ്റാറാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ജയറാമേട്ടൻ പറഞ്ഞിട്ടാണ് അച്ചായൻസ് സംഭവിക്കുന്നത്. ഈ അച്ചായൻസിൻ്റെ ഇടയിൽ അച്ചായൻസിൻ്റെ ആടുപുലിയാട്ടത്തിൻ്റെ ഇടയിൽ തന്നെ പട്ടാഭിരാമൻ്റെ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫുഡ് ഇൻസ്പെക്ടറെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ അച്ചായൻസ് കഴിഞ്ഞിട്ട് ജയറാമേട്ടൻ തന്നെയാണ് നമുക്കടുത്തത് പട്ടാഭിരാമൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ അതിങ്ങനെ ഒരു ഫസ്റ്റ് പടം ജയറാമേട്ടനുമായിട്ട് ചെയ്തത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറ്റിയത്. ഒരുപക്ഷെ മറ്റൊരു സ്റ്റാറാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതെല്ലാം അങ്ങ് സംഭവിച്ചു. ഇപ്പോൾ ജയറാമേട്ടനെ വെച്ച് തന്നെ കണ്ടിന്യൂസ് പടം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇപ്പം നമുക്ക് കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരോടാണല്ലോ നമ്മൾ കൂടുതൽ. പിന്നെ ജയറാമേട്ടനായിട്ട് എനിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു അടുപ്പമായി. അപ്പോൾ എന്ത് കണ്ടന്റ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ ചേട്ടൻ എവിടെയെങ്കിലും ഷൂട്ടിലാണെങ്കിൽ പുള്ളി ഇടയ്ക്ക് വിളിക്കും, നമ്മളങ്ങോട്ട് വിളിക്കും. അങ്ങനൊരു കണക്ഷൻ വന്നിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജയറാമേട്ടനുമായിട്ട് കുറച്ച് പടങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. രാജമൗലി സാർ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിലും കണ്ട് പറഞ്ഞിട്ടുണ്ട്, അമർ ചിത്രകഥകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അവർ വരച്ചു വെക്കുന്നത് ശരിക്കും പറയുന്നത് നമ്മുടെ സിനിമാറ്റിക് ഫ്രെയിംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ സിനിമയിലെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ഫസ്റ്റ് നമ്മൾ പൊട്ടിമുളയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം വിത്തിട്ടതെന്നൊക്കെ, അങ്ങനെ പല ആംഗിൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന് അതെന്താണ്? കാരണം സാറ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട്, ഞാൻ എല്ലാ ഫിലിംസും കണ്ടിട്ടുണ്ട്, അപ്പോൾ വ്യത്യസ്തമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാർ ഓരോന്നെടുക്കുമ്പോഴും പഴയ സ്റ്റൈലിന് നമ്മൾ കൂട്ടുപോലും പിടിക്കുന്നില്ല. അതായത് എനിക്ക് ധൈര്യത്തോടുകൂടി ഒരു പുതിയ സ്റ്റൈലിലേക്ക് സാറ് അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ഗട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ സാർ എവിടെ നിന്നാണ് ഇത് ഇങ്ങനൊരു സംഭവം എനിക്ക് വേണം, എനിക്ക് തന്നെ എനിക്ക് ഡയറക്ടർ ആവണം എന്ന് തീരുമാനിച്ചതും? അല്ലെങ്കിൽ സാർ എന്താണ് സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? ഞാൻ ജീവിതത്തിൽ സിനിമയിൽ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അതെങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാടോ ഒന്നും ആയിരുന്നില്ല. കാരണം ഞാൻ അന്ന് ഈ 25-28 വർഷം മുമ്പുള്ള താമരക്കുളം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്, റൂറൽ ഒരു ഗ്രാമമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ആരെയും എനിക്ക് പരിചയമില്ല. റിലേഷൻസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലോ ആരും സിനിമയിൽ ആരുമില്ല. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അനിയൻ വിദേശത്തു നിന്ന് ഒരു VCR കൊണ്ടുവന്നു. അന്ന് കുറേ സിനിമകൾ, ശരപഞ്ചൻ, അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഒരു ആകാംക്ഷയിൽ സിനിമകൾ കണ്ട് അതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ പോലീസാവണം, അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും വരുമല്ലോ. അതുപോലെ എനിക്ക് സിനിമയിലാവണം, അഭിനയിക്കുക എന്നുള്ളതാണ് അന്നത്തെ ആഗ്രഹം. നമുക്ക് അന്ന് അത് മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. അന്ന് പിന്നെ നമ്മുടെ നാടായതുകൊണ്ട് ക്ലബ്ബുകളും സാധനമൊക്കെ ഉണ്ട്. സ്കൂളിൽ മിമിക്രി, മോണാക്ട്, നാടകമുണ്ട്. അപ്പോൾ എപ്പോൾ നാടകം കളിച്ചാലും സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ ഞാനാണ്. നമ്മൾ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ക്ലബ്ബിൽ തന്നെ ഞാൻ തന്നെ നാടകം എഴുതി ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് സംവിധാനം ചെയ്ത്, എന്താ സംവിധാനം എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അത് ചെയ്യും.
അന്നേ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഈ അമ്പലങ്ങൾ ഭയങ്കര ഉത്സവങ്ങളോ അമ്പലങ്ങളോ ഉള്ള സ്ഥലമാണ്. അടുത്തടുത്ത് അമ്പലമുണ്ട്, എല്ലാം വലിയ ഉത്സവങ്ങളാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടാവും. ചിലപ്പോൾ ഒരു നാടകം കഴിഞ്ഞിട്ട് ഒരു ഗാനമേളയുടെ ഇടയ്ക്ക് 2 മണിക്കൂർ ഗ്യാപ്പ് കാണും, അല്ല നാടകം തുടങ്ങി 2 മണിക്കൂർ. അപ്പം നമ്മൾ ഈ നാടകം 2 മണിക്കൂറായിട്ട് കളിക്കും. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറേ ഗ്യാപ്പുള്ളെങ്കിൽ ഈ നാടകത്തിനെ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് 1 മണിക്കൂറാക്കി കളിക്കും. അരമണിക്കൂർ എന്നാൽ നമ്മൾ തന്നെ പോയി പിടിക്കുന്നതാണ് ഇത്, ഞങ്ങൾക്ക് അവസരം തരണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ക്ലബ്ബുകളിലെ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഇതേ നാടകത്തിനെ എഡിറ്റ് ചെയ്ത് അരമണിക്കൂറായിട്ടും കളിക്കും. അങ്ങനെയാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം വന്നത്. അങ്ങനെ വന്നിട്ട് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഭയങ്കര രസമാണ്. ഞാൻ സ്കൂൾ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷന് എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ട്. കൊച്ചച്ഛന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ജന്മനാലൊരു ഒരു കൂന് പോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടിട്ട് ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ചിത്രയിൽ പുള്ളിക്ക് ഒരു മാസം അവിടെ താമസിക്കണം, ഒരു 40 ദിവസത്തോളം അവിടെ താമസിക്കണം. ഫുൾ കാര്യങ്ങൾ ശ്രീചിത്രയാണ് ചെയ്യുന്നത്. അവർ ഇതിനെ പറ്റിയിട്ട് പഠിക്കാനാണ്, ഇതെങ്ങനെയാണ് ഇത് വന്നതിനെ പറ്റി പഠിക്കാനാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയി നിൽക്കണം. പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആര് പോകുമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ വരാം, 2 മാസം വെക്കേഷനാണല്ലോ. അങ്ങനെ ഞാൻ പുള്ളിയെ കൊണ്ട് ശ്രീചിത്രയിൽ പോകുന്നു. പുള്ളി വൈകുന്നേരം ഒരു 5 മണി മുതൽ 6 മണി വരെ കയറി കാണാൻ പറ്റുള്ളൂ. പുറത്ത് ഇവരൊരു റൂം തരും നമുക്ക്, ആ റൂമിൽ താമസിക്കണം, വൈകിട്ട് പോയി കാണണം. അപ്പം ഞാൻ അതിന് മുമ്പ് ചെറുപ്പത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് പോയ സമയത്ത് ബസ്സിലിരുന്നിട്ട് കണ്ടിട്ടുണ്ട് 3-4 ഷൂട്ടിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ ഈ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ആ യാത്രയിൽ തന്നെ ഞാൻ 2-3 ഇടത്ത് ഷൂട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. റോഡിൽ വണ്ടി കിടക്കുന്നു, സൈഡിൽ കിടക്കുക ആൾ കൂടി നിൽക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യത്തെ ബസ്സിൽ കയറും. കിഴക്കേക്കോട്ടയാണ് ബസ്സെങ്കിൽ കിഴക്കേക്കോട്ട, സൈഡ് സീറ്റിലിരിക്കും. എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എങ്ങുമില്ല. അടുത്ത ദിവസം വരുന്ന പേരൂർക്കട ബസ്സിലാണെങ്കിൽ പേരൂർക്കട ബസ് കയറിയിട്ട് അങ്ങനെ സൈഡിലിരിക്കും. വൈകുന്നേരം കറക്റ്റ് ഞാൻ 4:30 ആകുമ്പോൾ എത്തും, പുള്ളിയെ പോയി കാണും, 6 മണിക്ക് ഇറങ്ങും. അങ്ങനെ ഒരു 4-5 ദിവസമായപ്പോൾ ഞാനൊരിടത്ത് ഷൂട്ടിംഗ് കണ്ട് കിട്ടി. ഒരു സ്ഥലത്ത് അത് മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് തന്നെ കുറച്ച് പോകുന്നത് കണ്ടിട്ട് അവിടെ ഇറങ്ങി. എനിവേ ഈ പുള്ളിയെ ഡിസ്ചാർജ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനൊരു പോയി ഒരു ലൊക്കേഷനിൽ പോയി അവരെയൊക്കെ പരിചയപ്പെട്ടു. ഡയറക്ടറുടെ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കാനൊക്കെ പേടിയാണ്, പക്ഷേ ആർട്ടുകാർ അവരവരൊക്കെ ആയിട്ട് പരിചയമായി. അടുത്ത ദിവസം ലൊക്കേഷൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ കുറച്ച് ദിവസം പോയി അതിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി. ഏത് പടമായിരുന്നു സാർ? അത് ശാന്തി തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ആദ്യത്തെ ഷെഡ്യൂൾ ബ്രേക്കായി. മുരളി MRK എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തുന്നത് ഈ 15 വയസ്സിൽ. ഇതൊരു വല്ലാത്ത കഥയാണ് സാർ, നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ സിനിമയിലെത്തി. അന്ന് മുതൽ ഇന്ന് വരെ സിനിമയിൽ. സാറിന് പിച്ച വെച്ച് നടക്കാൻ സഹായിച്ച ആൾക്കാരൊക്കെയാണ്? അത് ഇപ്പോൾ ഡയറക്ടേഴ്സ് ആയാലും പിന്നെ ഒറ്റപ്പാട് അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ? അല്ലല്ല, ഞാൻ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഞാൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കൊക്കെ പഠിച്ച പ്രൈവറ്റ് ആയിട്ടാണ്. ഞാൻ അന്ന് മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിന്നെ പോയി. അന്ന് ഇതേ സിനിമയിൽ ഞാൻ ആദ്യം ലാസ്റ്റ് അസിസ്റ്റൻ്റായിട്ടാണ് കയറിയത്. അത് ഷെഡ്യൂളായി. പിന്നെ അത് വലിയ ഷെഡ്യൂളായി. മീൻസ് അതിങ്ങനെ പ്രൊഡ്യൂസർ മാറി, വേറൊരു പ്രൊഡ്യൂസർ വന്നു, പിന്നെ കുറച്ച് ഷൂട്ട് ചെയ്തു, ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കുകയാണ്, ആ സിനിമയുടെ കൂടെ ഡയറക്ടർ കൂടെ നിൽക്കുകയാണ്. എന്താണ് അന്നത്തെ രാവിലെ ഡയറക്ടർ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, അങ്ങനെ നിന്ന് അന്നൊരു ബേബി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു അസോസിയേറ്റ് ആയിരുന്നു എൻ്റെ അസോസിയേറ്റ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ടെലിഫിലിം അത് ഇത് അങ്ങനെ കുറേ ഇതിൽ അതിൻ്റെ ക്യാമറമാൻ വഴി ഞാൻ ആ സിനിമ 2ാമത് 3ാമത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി. സർ ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ചക്കരയുമ്മയൊക്കെ ചെയ്ത സാജൻ സാറിൻ്റെ കൂടെയാണ്. സാജൻ സാറിൻ്റെ കൂടെയാണ് അന്ന്. സാജൻ സാർ അന്നൊരു മനോരമയ്ക്ക് വേണ്ടിയിട്ടൊരു ടെലിവിഷൻ സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഞാനും ടെലിവിഷനിലേക്ക് അങ്ങനെ എത്തുന്നത്. പിന്നെ ഒരുപാട് മോഹൻ കുപ്ലേരി സാറിൻ്റെ കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ടെലിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IVC സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴിൽ വിജയുടെ അച്ഛൻ്റെ കൂടെ ഒരു പടം
ഡിജിറ്റൽ മാജിക്കിന് മുത്തമിടലാം എന്ന് പറഞ്ഞൊരു പടത്തിൽ. അത് വേറൊരു വർക്കിന് വേണ്ടി പോയതാണ്. ഡിജിറ്റൽ മാർക്കറ്റ് സ്റ്റുഡിയോയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോയി നിൽക്കുമ്പോൾ അവരുടെ ഒരു പടം നടക്കുന്നു. അപ്പോൾ ഞാൻ ഈ രാത്രി തന്നെ വർക്ക് തീർക്കും. എഡിറ്റാണ് ഞാൻ നോക്കുന്നത്. രാത്രി തീർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ കൂടെ ലൊക്കേഷനിൽ പോകും, തിരിച്ചു വന്നിട്ട് ഈ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതെ, എന്നാലും അതൊരു ആ ഒരു പടം വിജയ് സാറിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു പടത്തിനകത്ത് സാറിന് കിട്ടിയ ഒരു ടേക്ക് അവേ? അത് ആ പടത്തിൽ ഞാൻ ശരിക്കും അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത് ഡിജിറ്റൽ മാജിക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് അന്ന് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി ടീമുണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞ് 2-3 ഷെഡ്യൂൾ ആയതാണ്. പക്ഷേ അതിൻ്റെ ഒരു 10-30 ദിവസം ഞാൻ സ്ഥിരം അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അസോസിയേറ്റോ അസിസ്റ്റൻ്റോ ഒന്നുമല്ല ഞാൻ. പക്ഷേ അങ്ങനെയും വർക്ക് ചെയ്യാനുള്ളൊരു ഒരു വഴിയും സാറ് കളഞ്ഞിട്ടില്ല. എന്തൊക്കെ വഴിയുണ്ടോ അതെല്ലാം സാറ് കയറി പിടിച്ചിട്ടുണ്ടല്ലേ. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം സാധാരണ നമ്മൾ ഈ നടനാവാനും നടിയാവാൻ എനിക്കറിയില്ല, നടനാവാൻ വേണ്ടിയിട്ട് മെഡ്രാസിൽ പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ച കാലത്ത് നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതാണ്. ഈ ഒരു ഡയറക്ടർ അടുത്ത് പോയപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ നീ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പടത്തിന് ആളെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, അഭിനയിക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി. പക്ഷേ ആദ്യത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് നമ്മുടെ ഫീൽഡ് എന്ന് മനസ്സിലായിട്ട് അങ്ങനെ പോയി. ഈ പറഞ്ഞ പോലെ ഈ ഒരുപാട് പട്ടിണി കിടന്നിട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാർ, എന്നാലും സാറിനെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ് എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരുപാട് സെറ്റ് ബാക്സ് വരാം, കുറച്ച് പ്രശ്നങ്ങൾ വരാം, സ്ട്രെസ്സ് വരാം, സ്ട്രെയിൻ വരാം, പലതും വരാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഈ സിനിമയോടുള്ള സ്നേഹം, അതിനോടുള്ളൊരു പാഷൻ, അതിൽ എന്തെങ്കിലും ആവണം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ അന്ന് എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അച്ഛൻ ടീച്ചേഴ്സാണ്. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, പിന്നെ വന്നിട്ട് ഇവിടെ ടീച്ചറായിരുന്നു. അമ്മ ടീച്ചറാണ്. അമ്മയുടെ അമ്മ ഹെഡ്മിസ്സസ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഫാമിലിയിൽ എല്ലാവരും ടീച്ചറാണ്. ഇപ്പം എൻ്റെ സിസ്റ്റർ പോലും ടീച്ചറാണ്. ആ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഇത് എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന് ഒരു അറിയില്ലല്ലോ. പക്ഷേ അന്ന് അവർ സപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. സാറിനെ കുറിച്ച് ഞാനിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറ്റുവാണെങ്കിൽ എനിക്ക് സാറിനെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് ഞാൻ ആളാരെന്ന് പറയുന്നില്ല, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, മോളെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല, നല്ലപോലെ കടത്തിലൊക്കെ മുങ്ങി ഒരു ലൈഫ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ പതുക്കെ കയറി വന്ന് ഇന്നത്തെ നിലയിൽ എത്തിയതാണ്. പിന്നെ ആരോഗ്യം ഭയങ്കര മോശമായിരുന്നു, അതിന്നും കയറി വന്നിട്ട് ഇന്നത്തെ നിലയിൽ എത്തിയതാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട്, നീ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ എന്നൊരു ഉപദേശം കൂടി എനിക്ക് തന്നു. നോർമലി ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ എന്നിട്ട് പോലും ഒരു എക്സ്ട്രാ കൺസേൺ, സാറിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എക്സ്ട്രാ കൺസേൺ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഇങ്ങനെയാണ് ആൾ ഭയങ്കര നല്ല ഗ്രാഫാണ്, ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു ഗ്രാഫാണ്. നമ്മൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് മേലോട്ട് കയറി വരിക എന്ന് പറയുന്ന ഒരു ഗ്രാഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇല്ല ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് സാറിനെ കുറിച്ച് ഇങ്ങനെ കൺസേൺ ഉള്ള ഒരാളുണ്ട് എന്ന് ഞാൻ സാറിനെ അറിയിച്ചത്. ഓക്കെ, അപ്പോൾ സാർ ശരിക്കും നമുക്ക് എന്ത് സഹിക്കാം. അതായത് ഒരു സിനിമ പരാജയപ്പെട്ടു, കുഴപ്പമില്ല, ഞാൻ അടുത്തത് എടുക്കുക, ആ ഒരു മനോധൈര്യം ഉണ്ട്, നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ചാടാൻ പറ്റും, ഓടാൻ പറ്റും. പക്ഷെ ആരോഗ്യത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്കൊടൊപ്പം അതേ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ഈ റീസെൻ്റ് ഉദാഹരണം രാജേഷ് പിള്ള സാർ, സാറിൻ്റെ അങ്ങനെ ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാർ അങ്ങനെയൊന്നുമല്ല. സാറിന് എല്ലാത്തിനും വഴിയുണ്ടെന്ന് പറയുന്ന പോലെ സാർ എല്ലാം തട്ടി മാറ്റി മുന്നോട്ട് വന്നതാണ്. വാട്ട് ഈസ് യുവർ ആ ഒരു വിൽ പവറിൻ്റെ ഒരു കഥ? ഇല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ്. ഈ പറഞ്ഞ പോലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ തിരിച്ചു വരും, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ആ ലെവലിൽ നമ്മൾ എത്തണമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അതിലെത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മളിപ്പോഴും ഡെയിലി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഒരു ദിവസവും കളയുന്നില്ല, എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരു സിനിമയെങ്കിലും കാണുന്നുണ്ട്, നമ്മൾ സ്വയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ചില സിനിമകൾ പരാജയപ്പെടാം, ചില സിനിമകൾ നമ്മൾ പല കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചില പടങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അറിയാം നമ്മൾ മാക്സിമം എല്ലാ പടവും എല്ലാവരും നല്ലതാണ് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യുന്നതാണല്ലോ. ആരും ഒരു മോശം പടം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അതിന് ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ നമുക്കിത് എങ്ങനെയും തീർക്കണം എന്ന് പറയുന്നൊരു സ്റ്റേജ് വരാം, അതൊക്കെ വരാം. പക്ഷേ ഇതെല്ലാം മാറിയിട്ട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള സിനിമ എന്താണെന്നുള്ളത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യാൻ. അത് പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സിനിമ വരും, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തോ വലിയ ബിഗ് തിങ് ഈസ് കുക്കിംഗ് എന്ന് തോന്നുന്നു. സാറിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേസ് അറിയത്തില്ല, സാർ സമയമാകുമ്പോൾ സാർ റിവീൽ ചെയ്യും, സാറിനെ റിവീൽ ചെയ്യും. സാർ ഇനി അടുത്ത് എനിക്ക് ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം, മലയാളികളുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് മലയാളികളുടെ കൂട്ടായ ഒരു നടനാണ് അർജുൻ സാർ. അപ്പോൾ അർജുൻ സാറുമായിട്ട് സാർ ഫിലിം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല കൂട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? കാരണം അർജുൻ സാറൊക്കെ നമ്മൾ ഈ ജെന്റിൽമാനിലൊക്കെ കണ്ടിട്ട്. അല്ല, ഞാൻ അർജുൻ സാറിന് ഭയങ്കര ഫാനായിരുന്നു. ഈ ജെന്റിൽമാനും മുതല്ലോനും മാത്രമല്ല, അതിന് മുമ്പേ അർജുൻ സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമകൾ, മറ്റേ ജയ് ഹിന്ദ് പോലുള്ള സിനിമകൾ ഒക്കെ ഞാനന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. അന്ന് തമിഴ് സിനിമകൾ വരുന്നത് കായംകുളത്ത് VIP എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്ററിലാണ്. അന്ന് ഈ പടം അർജുൻ്റെ പടങ്ങൾ കാണാൻ തന്നെ പോകും. അതാ ഞാൻ അർജുൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അർജുൻ സാറിനെ പോലെ ഒരാളല്ല, അർജുൻ സാറിനോട് ഈ കണ്ടന്റ് ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ കൊറോണയുടെ ഒരു പീക്ക് ടൈമാണ്. അങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ ഹരീഷ് ഏട്ടനും ഞാനും തമ്മിൽ നല്ല അടുപ്പം, ഹരീഷ് പേരടി ആയിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ ഞാൻ ഹരീഷ് ഏട്ടൻ്റെ അടുത്താണ് പറഞ്ഞത് അർജുൻ സാറിനെ എനിക്ക് കണക്ട് ചെയ്യണം. അപ്പം നേരെ ആദ്യം മാനേജർ വഴി പലരും കണക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പുള്ളിയെ ഫോളോ അപ്പ് ചെയ്യാനോ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ പിടിക്കുമെന്ന് വെച്ചപ്പോഴാണ് ഞാൻ ഹരീഷ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഹരീഷ് ഏട്ടൻ പേഴ്സണൽ നമ്പർ വാങ്ങിച്ചു തന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അർജുൻ സാറിനെ ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പം നമ്മൾ ഇയാളെ എങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ല. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചു കണ്ണൻ എന്ന് പറഞ്ഞ്, അല്ല കണ്ണൻ താമരക്കുളം, പുള്ളി അപ്പോൾ ഡീറ്റെയിലൊക്കെ നോക്കിയിരിക്കുന്നു, വിക്കിപീഡിയൊക്കെ നോക്കിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞൊരു ഇതാണ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാണ്. അപ്പോൾ പറഞ്ഞ അപ്പോയിൻമെൻറ്റിന് ഇപ്പോൾ നിങ്ങൾ വന്ന റിസ്ക് ട്രാവൽ பண்ண വേണ്ട, ഞാൻ നാളെ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഒരു ടൈം പറഞ്ഞു, ആ സമയത്ത് വിളി, നമുക്ക് ഫോണിൽ തന്നെ കഥ കേൾക്കാം, എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മതിയല്ലോ അടുത്ത സംഭവങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ദിവസം സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് വരെ ഫോണിൽ പറഞ്ഞു. എനിക്ക് അത്യാവശ്യം തമിഴിൽ ഞാൻ പ്രൊജക്റ്റ് വിജയ് TV-യിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തമിഴ് അത്യാവശ്യം ഫ്ലോ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പോൾ പുള്ളി വീട്ടിലെന്തോ സൗണ്ടൊക്കെ ഇട്ട് പറഞ്ഞു, സാർ നാളേക്ക് ഞാൻ കോൾ പണ്ടേ കൊഞ്ചം ഗസ്റ്റ് ആരോ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, നാളെ എന്ത് ടൈമിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വിളിച്ച് നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഒരു കോമൺ സിനിമയിൽ നിൽക്കുന്ന ആളാണല്ലോ, കഥ വർക്കായി കാണത്തില്ല, ചിലവും പറയാനുള്ളതായിരിക്കും. ഞാൻ ഹരീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഹരീഷൻ ഇല്ലില്ല, സാറിന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പുള്ളി ഇഷ്ടമില്ലെന്ന് പറയും, അങ്ങനെയുള്ള ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പുള്ളി എന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ച് കുറേ സോറിയൊക്കെ പറഞ്ഞ് വേറെ എന്തോ പരിപാടിയിലായിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കഥ അതേപോലെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി ഒരു റൈറ്റർ ഡയറക്ടറാണല്ലോ, ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കി കഥ പറഞ്ഞു. ക്ലൈമാക്സ് എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, എങ്ങനെയാണ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പം വന്നത്. പിന്നെ ഈ പറഞ്ഞുമായിട്ട് സാറുമായിട്ട് നമ്മൾ ഭയങ്കര സിങ്കായി. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സീൻ എടുത്തപ്പോൾ തന്നെ, ഫസ്റ്റ് സീന് പുള്ളി ഒരു ഡയറക്ടറാണല്ലോ, അപ്പോൾ ഫസ്റ്റ് സീൻ കമ്പോസ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, குட் சார் நல்லா பண்ணுறேன், நான் கூட நினச்சேன் இந்த சீன் நீங்கள் எப்படி எடுக்க போகிறேன்னு பார்த்துட்டு தான் இருந்தேன்னு പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് അടുപ്പമായി. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളൊരു അടുപ്പമായി. പിന്നെ അത്രയും ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയി ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. സാറിൻ്റെ വീട്ടിൽ ഞാൻ 1-2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടുപ്പമായി. ഇപ്പോൾ സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പുള്ളി 12-13 പടം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പടവും പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, പുള്ളി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. പുള്ളിയുടെ പ്രൊഡക്ഷനിൽ ആദ്യമായിട്ട് പുറത്തൊരു ഡയറക്ടർ ചെയ്യാൻ പോകുന്നൊരു പടം ഇതാണ്. കുറച്ച് ടൈം എടുക്കും അതിന്. ഇപ്പോൾ സാറ് ഡയറക്റ്റ് ചെയ്തൊരു പടം ഈ വർഷം റിലീസുണ്ട്. ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. പക്ഷേ സാറിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. അത് നമ്മൾ കണ്ടൻറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് സബ്ജക്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനൊരു ഭാഗ്യം ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, അർജുൻ സാറിനെ പോലെ ഒരാൾ നമ്മൾ സിനിമ ചെയ്യുമെന്നേ പ്രതീക്ഷിച്ചില്ല, കാണാൻ പറ്റുമെന്നേ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു 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 പ്രോജക്റ്റ് അങ്ങനെയൊക്കെ എത്തി. വിദേശത്ത് അല്ലേ ഈ പറഞ്ഞ പോലെ അതർ ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് സിങ്ക് ആവാറുണ്ട്. ഓക്കെ. സാറ് ഇത്രയും കാലത്തെ ഒരു സിനിമാ ജീവിതം സാറിനെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെ? അതായത് സിനിമ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇന്നത് സിനിമയുണ്ട്. പല കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ്. സിനിമ നമ്മളെ പഠിപ്പിച്ച് സിനിമ അല്ലെങ്കിൽ സിനിമ ആൾക്കാർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലാതെ പിന്നെ സിനിമ ഇന്നത് പഠിപ്പിച്ചൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സിനിമയെ സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ സിനിമ നമ്മളെ കുറച്ച് കാലം കഴിഞ്ഞാലും തിരിച്ച് സ്നേഹിക്കും. അത് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ സിനിമ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നവരെ നമ്മൾ സിനിമയെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അതിൽ തന്നെ നിൽക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ കട്ടിയാണ്, നമ്മുടെ മനസ്സിൻ്റെ പവറാണ്. ഞാൻ 2 പ്രാവശ്യം 2 മേജർ സർജറി എനിക്ക് ലൈഫിൽ കഴിഞ്ഞതാണ്. അതിൽ നിന്നൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വന്നത് ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇപ്പം നമ്മൾ ICUവിൽ കിടക്കുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോഴും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ സിനിമയെ പറ്റിയും അതിനെ പറ്റിയിട്ടാണ് ചിന്തത്. ആ ഒരു തോട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ച് വരികയാണ്. വന്നിട്ട് പഴയതിനേക്കാളും ശക്തിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ ദൈവം നടത്തി തരുന്നുണ്ട്. സാർ അത് പറയാതിരിക്കും സാർ, അതിൻ്റെ ജനറേഷൻ്റെ ഒരു ബ്ലെസ്സിങ് ആണോ അതോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് അത് പറയേണ്ടത്. അത് ഇന്നത്തെ ജനറേഷൻ്റെ ബ്ലെസ്സിങ് ഇല്ലായ്മയാണോ എന്നറിയില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ജോലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കാൻ മടിയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ അവിടെ സാറ് ഈ പറഞ്ഞ പോലെ വീട്ടിൽ കഷ്ടപ്പാടുണ്ട്, നാട്ടിൽ കഷ്ടപ്പാടുണ്ട്, എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും സാർ അതൊക്കെ മാറ്റി വെച്ചിട്ട് സാറിൻ്റെ വഴി സാർ വെട്ടിത്തളിക്കുക, തനിയെ വഴി വെട്ടി വന്നവനാണെന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്തൊരാളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഡെപ്ത് ഇല്ലായ്മ ഇന്നത്തെ ഒരു ജനറേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സിനിമയിൽ വന്നതിൻ്റെ ഒരു പെയിൻ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇതിനകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. ഇപ്പോഴത്തെ ജനറേഷന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആരുമായിട്ടായാലും കോൺടാക്ട് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. നമുക്ക് അന്ന് പറ്റിയിരുന്നു. ഇപ്പം ഞാൻ തന്നെ ഫാസിൽ സാറിൻ്റെ വീട്ടിലേക്ക് എത്രയോ ദിവസം പോയിട്ടുണ്ട് പുള്ളിയെ കാണാൻ വേണ്ടി, പുറത്ത് നിന്നിട്ട് കയറാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, നമുക്ക് ആര് വേണേലും കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഈ ഒരുത്തിനൊരു ടാലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ, ആ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ അത് കാണാൻ 100 പേരുണ്ട്. ഇപ്പം നമുക്ക് അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ. അന്ന് നമ്മൾ പഠിക്കുകയാണ്, ഒരാളുടെ കൂടെ പോയി അയാളുടെ പാറ്റേൺ പഠിച്ചു, അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവർ ഫാസ്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ ഒരു ജനറേഷൻ്റെ ഒരു സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഫിലിം മേക്കിങ്ങിനെ പറ്റിയിട്ട് ഒരു 5-6 വീഡിയോ കണ്ടിട്ട് ഡയറക്ടറാണെന്ന് പറഞ്ഞ് പിന്നെ എത്ര ആൾക്കാരില്ലേ, എങ്ങനെ എടുക്കണം, ഇത്ര ഷോട്ട് ഇങ്ങനെ എടുക്കുക, ഇന്ന ഷോട്ട് ഇന്നതിനിങ്ങനെ അവർ ഡെപ്തായിട്ട് പഠിക്കുകയാണ്. അവർ ChatGPT വഴി പഠിക്കുകയാണ്, ഡയറക്ഷൻ പഠിക്കുന്നു. പക്ഷേ അതുകൊണ്ടിപ്പം ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ അതിലും കണ്ടൻറ്റ് നല്ലത് ചെയ്യുന്നത് അവനായിരിക്കും. അതെ. അപ്പോൾ ഈ 2 ജനറേഷൻ, അന്നത്തെ ജനറേഷനിൽ നമുക്ക് ഈ സിനിമയിലേക്ക് പണ്ടത്തെ എനിക്ക് മുമ്പുള്ള ജനറേഷൻ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ പോയി കിടക്കായിരുന്നു. ഇപ്പം ഞാൻ ചെന്നൈയിൽ ഞാൻ ആദ്യം ചെയ്തൊരു തമിഴ് പടമാണ്. ഒരു തമിഴ് പടം ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുമായിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ വർക്കുമായിട്ട് നമ്മൾ ചെന്നൈയിൽ AVM സ്റ്റുഡിയോയിലും പ്രസാദിലുമായിരുന്നു വർക്ക് നടന്നത്. പ്രസാദിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ആ പ്രസാദിൽ നിന്ന് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി വരുമ്പോൾ വർഷങ്ങളായിട്ട് സിനിമയിൽ 10-30 വർഷങ്ങളായിട്ട് സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മളവിടെ കാണുകയാണ് ഇപ്പോഴും സ്റ്റിൽ. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇത്ര വർഷമായി പുള്ളി പണ്ട് ഇന്ന പടത്തിൽ വർക്ക് ചെയ്ത ആളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പിന്നെ നമുക്കൊരു ടെൻഷന്, നമ്മൾ പെട്ടെന്ന് ഡയറക്ടറായി നമ്മൾ വിചാരിക്കും. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പോൾ ജെനുവിനായിട്ട് ടാലൻ്റ് ഉള്ളവർക്ക് ഇപ്പോൾ പെട്ടെന്ന് കയറി വരാനും ഉള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, ഒരു ഡിഫറൻസ് ആണ്. സാറിന് ഞെട്ടിച്ച സിനിമകളും ഡയറക്ടേഴ്സൊക്കെ ആരാണ്? എന്നെ വെട്രിമാരൻ
ഭയങ്കരമായിട്ട് ഓ വേറൊരു റേഞ്ചിൽ ഉള്ള കഥകളും അദ്ദേഹത്തിൻ്റെ മേക്കിങ്. അതുപോലെ ഒഫീഷ്യലി നമ്മുടെ മണിരത്നം സാറ്. തമിഴിലാണ് ഞാൻ കൂടുതൽ സിനിമകൾ എല്ലാ ലാംഗ്വേജിലെ സിനിമ ഞാൻ കാണാറുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരു 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 ഗുരുതുല്യരായിട്ട് തോന്നുന്ന നമ്മൾ വിദേശ സിനിമകളും അതിൻ്റെ മേക്കിങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലേക്ക് ഈ രാജമൗലിക്ക് മുമ്പ് മണിരത്നം, വെട്രിമാരൻ, ഗൗതം വാസുദേവ മേനോൻ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് എൻ്റെ തലമുറയിലെ അവർ വെച്ചിരിക്കുന്ന ഫ്രെയിംസ്, അവരെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഷോട്ട്, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ്. മലയാളത്തിലെ എത്രയോ ഭാരതൻ സാറാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും ഷാജി കൈലാസ് വരെയുള്ളവർ നമ്മൾക്ക് ഗുരുനാഥന്മാരായിട്ട് തന്നെയാണ്. എല്ലാവരെയും നമ്മൾ ഗുരുക്കന്മാരായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ സിനിമ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവരുടെ ഒരു വിഷ്വൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്നൊരു പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളൊന്ന് പഠിക്കാൻ തോന്നും, പക്ഷേ എന്തോ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. നമ്മൾ വേറൊരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സംഭവം അതിനകത്ത് വരുന്നുണ്ടാവാം. സർ, ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് അത് ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫീമെയിൽ ലീഡ് ഫിലിം എന്നൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴും പാട് തന്നെയാണ്, പക്ഷെ ലോകം അത് ഒന്ന് മാറ്റി മറിച്ചിട്ടുണ്ട്. അപ്പം സാർ കണ്ടായിരുന്നു, ലോകം കണ്ടു. സാറിന് എങ്ങനെ തോന്നുന്നു ആ ഒരു മാറിയ ട്രെൻഡിനെ കുറിച്ച്? അതും നമ്മുടെ തന്നെ സാധാരണ നമ്മളെല്ലാം പോണ സ്പൈഡർമാൻ അല്ലെങ്കിൽ ആ മാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള ആൾക്കാരുടെ കൺസെപ്റ്റ്സ് നമ്മളെടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫാൻറ്റസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്യാരക്ടറിനെ ശരിക്കും ഒരു സൂപ്പർ ഹീറോയിനായിട്ട് മാറ്റും. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആ കണ്ടന്റിനെ എടുത്തിട്ട് ഇതേ സാധനം ഞാൻ അരോമ മണി സാറിന് വേണ്ടിയിട്ട്, അരോമ മണി സാറിൻ്റെ പ്രൊഡക്ഷനാണ് കളിയങ്കാട്ട് നീലി. അതെ. അപ്പം ഞാൻ മണിസാറുമായിട്ട് എനിക്ക് അടുപ്പായിരുന്നു. ഞാൻ മണിസാറിൻ്റെ അടുത്ത് ഒരു സിനിമയുടെ കഥ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മണിസാറിൻ്റെ മുമ്പിൽ പോയിരുന്ന കഥ പറഞ്ഞ് പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു. കഥ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഏഷ്യാനെറ്റിൽ നിന്നൊരു കോൾ വരുന്നതും പുള്ളിക്ക് ഒരു ടെലിവിഷനിലൊരു പ്രൊജക്റ്റ് കിട്ടുന്നതും. അപ്പം പുള്ളിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഡയറക്ടർ ഞാനായതുകൊണ്ട് പുള്ളി കട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, നമുക്കൊരു സീരിയൽ ചെയ്താലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പടം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സിനിമ എങ്ങനെയും ഡയറക്ടർ ആണോ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വന്നു. അത് അന്ന് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഓക്കെ എന്ന് പറയുന്നു. അന്ന് മുതൽ ആ ഹോട്ടലിൽ ഇരുന്നിട്ട് ഒരു 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് 16ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ മണിസാർ പടം ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിട്ട് ഈ കളിയങ്കാട്ട് നീലി നമുക്ക് റീമേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം ഞാൻ കാണുകയും അന്ന് ഞാൻ അതിന് മുമ്പ് ഈ ആൻറ്റി ക്രൈസ് പി.എഫ്. മാത്യൂസ് എനിക്കൊരു ഭയങ്കര ഗുരുതുല്യനായിട്ടുള്ള ആളാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററും എൻ്റെ ഒരു മെൻറ്ററും ഒരുപക്ഷെ എനിക്ക് അച്ഛനും അമ്മയെക്കാളും സ്നേഹമുള്ള ഒരാളാണ് മാത്യൂസ് ഏട്ടൻ. നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും എനിക്ക് അദ്ദേഹമായിട്ടൊരു 10-20ഓളം വർഷമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. ഒരു കാലത്ത് പുള്ളി ടെലിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത് അന്ന് മുതൽ ഞാനുമായിട്ട് ഭയങ്കര സിങ്കാണ്. ഞാനുണ്ടെങ്കിലേ പുള്ളി പല പ്രോജക്റ്റുകളും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അങ്ങനെ ഞാനും സാറും തമ്മിൽ പല കണ്ടൻറ്റുകൾ അന്ന് തൊട്ടേ സിനിമ. അപ്പോൾ എനിക്ക് ആദ്യത്തെ മലയാളത്തിൽ വാമ്പയർ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇതേ കണ്ടൻറ്റിനെ അതേപോലെ റീമേക്ക് ചെയ്യണം. അപ്പോൾ അതേപോലെ റീമേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്ത് നമ്മളിങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യാം, ഒരു വാമ്പയർ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നടന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലോക എന്ന് പറയുന്നത് എനിക്ക് പുതിയൊരു അനുഭവമല്ല. സോ എനിക്ക് അറിയാം, ഞാൻ കണ്ടത്ര വാമ്പയർ സിനിമകൾ ഒരുപക്ഷെ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ല. അത്രയും ഞാൻ ആദ്യത്തെ സിനിമ കാണാൻ വേണ്ടി എല്ലാ ദിവസവും 4 സിനിമ വീതം 5 സിനിമ വീതം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് ഈ ലോകയിൽ വന്നിരിക്കുന്ന എല്ലാ സീൻസുകളും ഒരുപക്ഷെ എനിക്കറിയാവുന്നതാണ്. അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗംഭീരമാണ്. അതിനെ കറക്റ്റായിട്ട് അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഗംഭീര സിനിമയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ കമ്പനി ആയതുകൊണ്ട് അവർ ഇതുണ്ട്. പക്ഷേ അതും ഞാൻ ഇവർ പ്ലാൻ ചെയ്ത കഥയിലേക്ക് പിന്നീട് ഇവർ ഈ കളിയങ്കാട്ട് നീലിയും സംഭവങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് അവരുടെ ഡിസ്കഷനിൽ ഉണ്ടായ ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യമേ ഇത് വെച്ചിട്ട് ഇവരാദ്യം ഒരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിന്നീട് ഈ സാധനങ്ങളൊക്കെ ആഡ് ഓൺസ് ചെയ്തിട്ടാണ് അതിനെ ഗംഭീരമാക്കിയത്. സാറിൻ്റെ കളിയങ്കാട്ട് നീലി, സാറിൻ്റെ സങ്കല്പം എന്താണ്? സാർ എന്തായാലും മനസ്സിലത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ല, അതെന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസർ അതേപോലെ നമ്മൾ വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള അതേ ചുണ്ണാമ്പ് പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ മാത്യു സാറിൻ്റെ അടുത്ത് അത് വേറൊരു സാധനമായിരുന്നു. അതിനകത്ത് മറ്റൊരു കുട്ടിയുടെ ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ ഒരു വാമ്പയർ മിക്സ് ചെയ്ത ഒരു പരിപാടിയാണ് നമ്മളന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ അതൊന്ന് മണിസാറിന് അത് വേണ്ട, നമുക്ക് അത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്
പിന്നെ അന്ന് ഞാൻ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതെടുത്തിട്ട് അതേപോലെ ചെയ്യാൻ എനിക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്തത് കാരണമാണ് പിന്നെ അത് നടക്കാതെ പോയത്. അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ എല്ലാ സംഭവങ്ങളും ഞാനെല്ലാം വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനകത്തും ഭയങ്കര വിഷ്വൽ സാധ്യതകൾ ഉള്ളതിനാണ്. അതിനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ എടുത്ത് അവർ ചെയ്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷനായിട്ട് അത് വരും. ഇതുവരെയുള്ള എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ പോക്ക്. കാരണം തെലുങ്കിലും നല്ല ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് പടം. സാറിൻ്റെ ലൈഫിൽ സാറിന് ഏറ്റവും കൂടുതൽ ധന്യമെന്ന് തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു നന്ദി കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നൊരു മുഹൂർത്തം അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറയുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ട്? അല്ല, എനിക്ക് ഓംപുരി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിനെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരിതാണ്. അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമുക്ക് ഓംപുരിയെ പോലെ ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ നമുക്കെന്നാൽ ഓംപുരി തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് സെവനാർ സുജികുമാർ സാരിയൊക്കെയാണ് കണക്ട് ചെയ്തത്. അതുപോലെ പുള്ളി അന്ന് ഹോളിവുഡിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്ക് ഒരിക്കലും ഒരു റീജിയണൽ ലാംഗ്വേജിൽ പടം ചെയ്യാൻ ഐഡിയ ഇല്ല എന്ന് പറയുകയും പിന്നെ നമ്മൾ കണ്ടൻറ്റൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പുള്ളി ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് നമ്മളൊരു അടുപ്പമായി. അതായത് ഞാൻ ഒരിക്കലും ഒരു ദിവസം പുള്ളി വേറൊരു ഹോട്ടലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെയാണ് ഷൂട്ട്, തെങ്കാശിയിലാണ് ഷൂട്ട്. അപ്പം നമ്മളൊരു ഹോട്ടലിൽ അവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ റിസോർട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ വരുമ്പോഴേക്കും നമുക്ക് ടെൻഷനാണ്. ഇങ്ങനെ പോലും ലെജൻഡിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് പറയാ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്താണ്. നമ്മളൊരാളായിട്ട് പുള്ളി മാറി. അത് കഴിഞ്ഞ് 2 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ഡോറിൽ ഒരു തട്ട് കേൾക്കുകയാണ്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഡോർ വന്നപ്പോൾ ഓംപുരി സാർ. അപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വിഷ്വൽ പോവുകയാണ്, എന്തോ പ്രശ്നമുണ്ട്, പുള്ളിക്ക് പോകണം, അപ്പോൾ മിക്കവാറും ഇന്ന് ബ്രേക്കാവും പുള്ളി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പറയുകയാണ്, ഇതെന്താണ് നിങ്ങൾ ഡയറക്ടറൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നത്, ഞാൻ എന്തിനാണ് അവിടെ താമസിക്കുന്നത്? ഞാനും ഇവിടെ തന്നെ താമസിക്കുക. പിന്നെ എൻ്റെ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു. പുള്ളി ആ രാത്രി തന്നെ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു, ബാദുഷയാണ്, അതൊക്കെ വിളിച്ച് എല്ലാ സാധനവും ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ തൊട്ടടുത്ത റൂമിലേക്ക് വന്നു. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു ഭയങ്കര ഇതാണ്. പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എത്രാമത്തെ പടമാണിത്? അപ്പോൾ ഞാനിങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഒരിക്കലും ഇപ്പോഴും ആ ഫോട്ടോ ഇരിപ്പുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനം. ഫുൾ വെയിലിൽ നിന്ന് ഞാൻ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മൈക്കിൽ ഭയങ്കര ക്രൗഡ് എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ കുട പിടിച്ച് എൻ്റെ ബാക്കിലേക്ക്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിയാണ്. ഞാൻ പറഞ്ഞു, സാർ എന്താ എന്ന് പറഞ്ഞിട്ട് ഞാൻ, ഇല്ലില്ല നിങ്ങൾ ரொம்ப ഈ സ്ട്രെയിൻ പண்றாங்க എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ പുള്ളിയെ വിളിച്ചിട്ടിങ്ങനെ നമ്മൾ ഓഡിയോ ലോഞ്ചാണ് ഇത്രാം തീയതി എന്ന് പറഞ്ഞു ഉള്ളൂ. അപ്പോൾ പുള്ളി വരണമെന്ന് പറഞ്ഞില്ല, വരുമോയെന്ന് നമുക്കറിയത്തില്ല. പുള്ളി ടിക്കറ്റ് ഇട്ടിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നതിന് തലേ ദിവസം ഞങ്ങളിവിടെ ഒരു ഭയങ്കര ഓഡിയോ ലോഞ്ച് നടത്തിയായിരുന്നു അന്ന് അഡ്ലസിൽ വെച്ച്. പുള്ളി തന്നെ ഇങ്ങോട്ട് ടിക്കറ്റ് ഇട്ടിട്ട് മെസ്സേജ് ചെയ്യുമ്പോഴേ പുള്ളി വന്നു. ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് എല്ലാ മീഡിയയ്ക്കും പുള്ളി പബ്ലിസിറ്റി കൊടുത്തു, ഇൻ്റർവ്യൂസ് കൊടുത്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോയപ്പോൾ നമുക്ക് അടുത്ത പടത്തിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയ ആളാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി വളരെ കുറച്ച് മാസങ്ങൾ, 2-3 മാസത്തിനുള്ളിൽ തന്നെ മരിച്ചു പോയി. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. സാർ, ഈ കേട്ടിട്ടുള്ളതാണ്, പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ട് ഞങ്ങൾ അഭിനയം കണ്ടപ്പോൾ കട്ട് പറയാൻ പോലും മറന്ന് ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. പ്രകാശ് സാറിനെ വെച്ച് സിനിമകൾ ഞാൻ 2-3 സിനിമ പുള്ളിയെ വെച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിയായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല അടുപ്പമാണ്. ഇപ്പോൾ ഒരു ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി, കഥ കേൾക്കാതെ എൻ്റെ പടത്തിൽ വരുന്ന അതൊക്കെയാണ് ചില ജീവിതത്തിൽ നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്രകാശ് രാജ് സാറൊക്കെ കഥ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ചാൻസ് ചെയ്തു, അത് കഴിഞ്ഞ് വരാലിൽ വന്ന് അത് കഴിഞ്ഞ് പോയപ്പോൾ സാർ ഡേറ്റ് മറ്റും சொன்னால் போதும், ஆனால் 5 നാൾ 10 നാളെല്ലാം പോകാം, അത് വന്നാൽ ഒരു 20 നാൾ ഇരുന്ന് വർക്ക് பண்ண മാതിരി എന്ന് പറഞ്ഞിട്ട് പോയ ഒരിതാണ്. അപ്പം പല സീനുകളിലും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ കട്ട് പറയാൻ മറന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ, നമുക്കൊരു ലാസ്റ്റ് സെഗ്മെൻറ്റും കൂടി ഉണ്ട് സാർ. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. ആ പേരിൽ സാറിന് ഒരു വേർഡാണ് മനസ്സിൽ തോന്നുന്നെങ്കിൽ അതങ്ങ് പറയുക, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ, അല്ല ഞാൻ സാറിന് ഒരു മെമ്മറി അത് അറ്റാച്ച്ഡ് ചെയ്ത് ഒരു ഇൻസിഡൻറ്റ് പറയാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ. ഒരു മിനിറ്റ്. ഉണ്ണി മുകുന്ദൻ. ഞാനായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്.
ഉണ്ണി ആദ്യമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അച്ചായൻസിൽ ആണ്. അച്ചായൻസിലാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ണി തന്നെ നമുക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചാണക്യതന്ത്രം ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി അത് ഉണ്ണിക്ക് വേണ്ടി ചെയ്തൊരു പടമാണ്. ഉണ്ണിയുടെ ടാലൻറ്റും ഉണ്ണിയുടെ കഴിവും ആക്ഷനും ഒക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. നല്ല ഫ്രണ്ട്. ഓക്കെ. ശ്രുതി രാമചന്ദ്രൻ. ശ്രുതി പറഞ്ഞത് വളരെ നല്ല സുഹൃത്താണ്. ഓക്കെ. ശിവദ. ശിവദ അതിലും നല്ല സുഹൃത്താണ്. ശിവദ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് പടങ്ങളാണ് അച്ചായൻസ് ചെയ്തു, ചാണക്യതന്ത്രം ചെയ്തു, 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അനൂപ് മേനോൻ. അനൂപ് മേനോൻ ഞാൻ മലയാളത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ അനൂപ് മേനോൻ. അതായത് ഭയങ്കര ജെനുവിനാണ് പുള്ളി. അതായത് ഒരു സിനിമയിലൊരു മനുഷ്യൻ എന്ന് പറയുമല്ലോ, നമ്മുടെ ഒരു പ്രശ്ന സമയം അതറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. എടാ നിനക്ക് ഓക്കെ ആണോ, ഇപ്പോഴും വിളിച്ചിട്ട് എങ്ങനെ എന്താണ് അടുത്ത പടം എന്താണ്, എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യും, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ജെനുവിൻ മനുഷ്യൻ. ഓക്കെ. മോഹൻലാൽ. ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. ലാലേട്ടൻ്റെ ഒരു വലിയ എസ്റ്റീം ഫാനാണ്. ലാലേട്ടനുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, എന്നെ അറിയാം ലാലേട്ടന്. ഒരു ലാലേട്ടൻ ഫാൻ. ഓക്കെ. മമ്മൂക്ക ഫാൻ. മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് അസുഖം വന്ന സമയത്ത്, അപ്പോൾ അതിന് ശേഷം ഞാൻ അസുഖമാണ്, ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ മമ്മൂക്ക അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, കണ്ണൻ വാ എന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഹെൽത്ത് ഓക്കെ അല്ലേ. അപ്പം ഞാൻ പുള്ളി ഇതൊക്കെ ഓർത്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വൈഫൊക്കെ ഉണ്ടായിരുന്നു, പുള്ളി സംസാരിച്ചു. അപ്പോൾ ആക്ച്വലി വൈഫൊക്കെ ഞെട്ടിപ്പോയി, മമ്മൂട്ടി വിളിക്കുന്നു. കല്യാണി പ്രിയദർശൻ. കല്യാണി എനിക്ക് ഭയങ്കര ടാലൻറ്റഡ്, ഒരു ഭയങ്കര ഹ്യൂമറിലാണ്. എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള, അല്ലെങ്കിൽ ഹ്യൂമറിൽ ഇത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ട്രസ് എന്ന് വിചാരിച്ചു. പക്ഷേ അവൾ ലോകയിൽ വന്നിട്ട് അതെല്ലാം തെറ്റിച്ചു. ദിനേശ് പള്ളത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സുഹൃത്താണ്. ദിനേശ് പള്ളത്ത് ആദ്യമായിട്ട് വിഷ്വൽ മീഡിയയിൽ എഴുതാൻ വന്നപ്പോൾ പുള്ളി ഫസ്റ്റ് വന്ന് പരിചയപ്പെട്ട ആൾ ഞാനാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല അടുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഫോൺ ചെയ്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം സംസാരിക്കും. ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴെല്ലാം ഞങ്ങളൊരു കഥ ഉണ്ടാക്കും. ഓക്കെ. വെറുതെ ഹലോ സുഖമാണോന്ന് ചോദിക്കുമ്പോഴും പുള്ളി വായിച്ചെന്തെങ്കിലും, ഇന്ന് രാവിലെ പോലും ഒരു ഇൻസിഡൻറ്റ് പത്രത്തിൽ വായിച്ചൊരു കണ്ടൻറ്റ് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു കണ്ടൻറ്റ് ഒരു 4 ആഴ്ച മുമ്പ് വായിച്ചൊരു കണ്ടൻറ്റ് പറഞ്ഞു. ഇത് രണ്ടിനെ കൂടെ മിക്സ് ചെയ്താൽ ക്ലബ് ചെയ്താൽ നമുക്കൊരു കഥ ഉണ്ടാക്കാമെന്ന് പറയുന്നത്. ഓക്കെ. റിമി ടോമി സർ. റിമി നല്ല ഫ്രണ്ടാണ്. റിമി അതെ അല്ല, റിമി ഭയങ്കര ടാലൻറ്റഡ് ആണ്. റിമിയെപ്പോലെ റിമി മാത്രം. ഓക്കെ. എന്തായാലും സാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇന്ന് കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയൊരു സാധനം എന്താണെന്ന് അറിയാം, വീണ പോയി ചത്തൂടെ എന്നുള്ളൊരു സംഭവമാണ്. കാരണം എനിക്ക് തന്നെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്ന ഒരു സംഭവമാണ് സാറ്. കാരണം ഞാൻ ഇത്രയും ഡെപ്തിൽ എനിക്ക് സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇൻസ്പിറേഷനാണ്. അപ്പം നമുക്ക് സ്വയം തോന്നുകയാണ് വീണ പോരാ, നന്നാവാനുണ്ട് എന്ന് തോന്നണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ഇരുന്ന ആൾ നമ്മളെ അത്രയും ഇൻസ്പയർ ചെയ്തു എന്നാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നിയ പോലെ അതേപോലെ കുറച്ച് പുറത്ത് നിൽക്കുന്ന കുറേ ആൾക്കാർക്കും തോന്നാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതാണ്. എന്തും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത അതിനൊരു ഉദാഹരണമാണ്. കാരണം നമ്മൾ സിനിമയിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലെത്തി. സിനിമയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇനി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരാൾ ഭീകരമായിട്ട് ആഗ്രഹിച്ചാൽ അതിനെ നേടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇനിയും ഭീകരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ വീണ്ടും നേടിയെടുക്കാൻ പറ്റും. താങ്ക് യു സർ. എനിവേ സർ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. We are so actually grateful that you are here, sir. Thank you. Thank you so much.